സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിലേക്ക് അസിസ്റ്റന്റ് കമാൻഡന്റ് തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് എന്താണ്, അതിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം, അതായത് ആർക്കെല്ലാം അപേക്ഷിക്കാൻ സാധിക്കും, പ്രായപരിധി തുടങ്ങിയ കാര്യങ്ങൾ മുൻപ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതാണ് അന്ന് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ. ഒരുപാട് പേര് കണ്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയതാണ്. ഇനി അതിന് പഠിക്കാൻ പറ്റിയിട്ടുള്ള പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ബൈ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റ് സോഴ്സിൽ നിന്ന് പഠിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു പാറ്റേൺ കാര്യങ്ങളെന്നൊക്കെ ഈ ഒരു പുസ്തകത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജസ്റ്റ് അതിന് വേണ്ടിയിട്ടാണ്. മുൻപ് അറ്റൻഡ് ചെയ്തവരാണ്, ഈ ഒരു അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് എക്സാം അറ്റൻഡ് ചെയ്തവരാണെങ്കിൽ അവർക്ക് മനസ്സിലാവും. ഇതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ബ്ലാക്ക് പേന മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഈ തസ്തികയെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ മുൻപോട്ടേക്ക് ഡിസ്കസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അതൊക്കെ തീർച്ചയായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എനിവേ, ഈ ഒരു തസ്തികയെ പറ്റിയിട്ടുള്ള, അതായത് ഈ തസ്തികയ്ക്ക് അനുയോജ്യമായിട്ടുള്ള പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു പുസ്തകമാണ് പരിചയപ്പെടുത്തുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ മറ്റേതെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. അപ്പോൾ മുൻപ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, UPSC ക്ഷണിക്കുന്ന അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ്, അതായത് CAPFൻ്റെ AC റിക്രൂട്ട്മെൻറ്റ്. CAPF എന്ന് പറയുമ്പോൾ സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിലേക്കുള്ള CAPFസിലേക്കുള്ള BSF, CRPF, ITBP, SSB, അതുപോലെ CISF തുടങ്ങിയ ഫോഴ്സിലേക്ക് അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് ആവാനുള്ള ഒരു പോസ്റ്റ്, അതായത് അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് റാങ്കിലേക്കുള്ള ഒരു എക്സാമാണ് ഈ ഒരു CAPF AC എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സെലക്ഷൻ എങ്ങനെയാണ്, അതിൻ്റെ പേപ്പർ 1, പേപ്പർ 2 അതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ എൻ്റയർ സെലക്ഷൻ കേരളത്തിൽ നടക്കുന്നുണ്ട്, അതൊക്കെ എങ്ങനെയാണ്, അതായത് അതിൻ്റെ ഫിസിക്കലും കാര്യങ്ങളും എക്സാമൊക്കെ കേരളത്തിൽ തന്നെയാണ് നടക്കുന്നത്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പേർ അത് കണ്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഉടനെ ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് വരുന്നുണ്ട്. UPSCൻ്റെ കലണ്ടർ അടിസ്ഥാനത്തിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഉയർന്ന ശമ്പളവും അതുപോലെ തന്നെ നല്ലൊരു റാങ്കിലേക്കുമായിരിക്കും പോസ്റ്റിംഗ് ആവാൻ പോകുന്നത്. എനിവേ, എന്താണ് ഈ ഒരു അസിസ്റ്റൻറ്റ് കമാൻഡൻ്റ് എന്ന് മുൻപത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞതാണ്. ഇന്ന് അതിന് പഠിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പുസ്തകമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അരിഹിന്ദിൻ്റെ ഒരു പുസ്തകമാണ്. അപ്പോൾ ഇതിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, എല്ലാ കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഓരോ പേജ് മറിച്ച് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട പോർഷനിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. അതിനേക്കാളും ഇമ്പോർട്ടൻറ്റ് പേപ്പർ 1 അതുപോലെ തന്നെ പേപ്പർ 2 അതിവിടെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. കംപ്ലീറ്റ് കവറേജ് ആണ് പറഞ്ഞിട്ടുള്ളത്. കംപ്ലീറ്റ് കവറേജ് ഓഫ് പേപ്പർ 1, പേപ്പർ 2 ഇതിൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ സോൾവ്ഡ് പേപ്പർ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോൾവ്ഡ് പേപ്പേഴ്സ് നമുക്കിതിൽ അവൈലബിൾ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. സോ ആദ്യം തന്നെ നമുക്ക് സോൾവ്ഡ് പേപ്പേഴ്സിലേക്കാണ് എത്തിച്ചേരാൻ സാധിക്കുന്നത്. കണ്ടൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടൻസിൽ 2015 മുതൽ ഏകദേശം 2022 വരെയുള്ള സോൾവ്ഡ് പേപ്പേഴ്സ് ഇതിലുണ്ട്. പിന്നെ പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. പേപ്പർ 1 എന്താണെന്ന് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേപ്പർ 2 എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേപ്പർ 1 ഹിസ്റ്ററി ഉണ്ട്, വേൾഡ് ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, ഇന്ത്യൻ പൊളിറ്റി ഉണ്ട്, എക്കണോമി ഉണ്ട്, ജനറൽ നോളജ് ഉണ്ട്. പിന്നെ മാത്തമാറ്റിക്സുമായിട്ടുള്ള ബന്ധപ്പെട്ട ഭാഗങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ പേജ് നമ്പറും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. പിന്നെ വരുന്നത് സോൾവ്ഡ് പേപ്പറാണ്. അതിൻ്റെ തൊട്ടിപ്പുറമായിട്ടുള്ളത് പേപ്പർ 2ൻ്റെ ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, പേപ്പർ 2ൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇപ്പുറം കൊടുത്തിട്ടുള്ളത്. പേപ്പർ 2 ഇംഗ്ലീഷാണ് പ്രധാനമായിട്ട് വരുന്നത്. പ്രിസി റൈറ്റിംഗ് ഉണ്ട്, എസ്സേ റൈറ്റിംഗ് ഉണ്ട്, കംപ്രഹെൻഷൻ ഉണ്ട്, അതൊക്കെയാണ് പേപ്പർ 2 വരുന്നത്. പിന്നെ റീസണിങ് ഇതിൽ വരുന്നുണ്ട്. ഓൾമോസ്റ്റ് പറയുകയാണെങ്കിൽ ഈ ഒരു പുസ്തകം നിങ്ങൾ അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റിന് വേണ്ടി UPSCൻ്റെ ACക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് മറ്റുള്ള എല്ലാ എക്സാമിനും നിങ്ങൾക്കൊരു 50 അല്ലെങ്കിൽ 60, 50 അല്ലെങ്കിൽ 60 മാർക്കിൻ്റെ അടുത്ത് കണ്ണുപൂട്ടി സ്കോർ ചെയ്യാൻ സാധിക്കും ഈ ഒരു പുസ്തകം. അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റിന് വേണ്ടി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇതിൻ്റെ താഴെ ലെവലിൽ വരുന്ന എല്ലാവിധ എക്സാമിനും നല്ലപോലെ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. എനിവേ, ഇതിൻ്റെ മിനിമം യോഗ്യത എന്ന് പറയുന്ന ഡിഗ്രി ആയിരുന്നു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോൾവ്ഡ് പേപ്പർ ആദ്യം തന്നെ 2022 വരുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ഈസ് ദി ഓൾഡസ്റ്റ് സെൻട്രൽ പാരാമിലിറ്ററി ഫോഴ്സ് ഇൻ ഇന്ത്യ. അപ്പോൾ അത് കുറച്ച് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ദി സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്, അതായത് നമ്മുടെ CRPF, പിന്നെ ദി ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, പിന്നെ അതുപോലെ തന്നെ ആസാം റൈഫിൾസ്, പിന്നെ ദി കമാൻഡോ ബറ്റാലിയൻ ഫോർ ദി റെസൊല്യൂഷൻ ആക്ഷൻ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളടക്കം ഏതാണ് ഉത്തരം എന്നുള്ളത് ദി ആസാം റൈഫിൾസ് ആണ് ദി ഓൾഡസ്റ്റ് പാരാമിലിറ്ററി ഫോഴ്സ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങളും ഡീറ്റെയിലും ഹിസ്റ്ററിയും അത് എപ്പം രൂപീകരിച്ചു അതിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതിൻ്റെ എല്ലാം ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ എല്ലാ കാര്യങ്ങളും ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇവിടെ മുതൽ തുടങ്ങുന്നത് ഏൻഷ്യൻറ്റ് ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. ഏൻഷ്യൻറ്റ് ഇന്ത്യ ഹിസ്റ്ററിയാണ് ഇവിടെ തുടങ്ങുന്നത്. പാർട്ട് 1 ഹിസ്റ്ററി തൊട്ട് തുടങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇൻഡസ് വാലി സിവിലൈസേഷൻ
തൊട്ട് തുടങ്ങുന്നുണ്ട്. അതിൽ ഹാരപ്പ ഉണ്ട്, മൊഹൻജദാരോ ഉണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും തന്നെ ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. എല്ലാം ഓൾമോസ്റ്റ് ഇതിലുണ്ട്. പിന്നെ ജോഗ്രഫി, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. പിന്നെ വരുന്നത് ജോഗ്രഫിയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും മൂന്നാമത്തേതായിട്ട് ജോഗ്രഫി വരുന്നുണ്ട്. ഫിസിക്കൽ ജോഗ്രഫിയാണ്. ആദ്യം തന്നെ നമ്മുടെ പ്ലാനറ്റിനെ കുറിച്ചും എർത്തിനെ കുറിച്ച്, അതുപോലെ മൂണ്, സണ്ണ്, ഇതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഒരുപാടധികം യൂണിവേഴ്സ്, നമ്മുടെ ഗാലക്സി, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്നത്. പിന്നെ ജോഗ്രഫീൻ്റെ വിവിധ സോഴ്സിലേക്കാണ് ഇവിടെ നമ്മൾ മുന്നോട്ടേക്ക് പോകാൻ പോകുന്നത്. എർത്തിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും തന്നെ ഇവിടെ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇതിൻ്റെ ആൻസർ അതായത് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ വരുന്നൊരു ഭാഗം. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഫിസിക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിൽ മോക്ക് ടെസ്റ്റ് ഉണ്ടെന്ന് തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ പേജിലാണ് മോക്ക് ടെസ്റ്റ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മോക്ക് ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ആദ്യം തന്നെ ക്വസ്റ്റ്യൻ വരും. ക്വസ്റ്റ്യനും ഏകദേശം ഇവിടെ 200-ൽ കൂടുതൽ ക്വസ്റ്റ്യൻ ഇപ്പം തന്നെ വന്നിട്ടുണ്ട്. ജസ്റ്റ് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് നോക്കാം. 1 മുതൽ ഇവിടെ തൊട്ട് തുടങ്ങുന്നുണ്ട്. ഓക്കെ, ഇവിടെ തൊട്ട് ഇത് ഈ ടാർഗറ്റ് എക്സസൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാടധികം ക്വസ്റ്റ്യനും മോക്ക് ടെസ്റ്റും ലഭിക്കുന്നുണ്ട്. ഏകദേശം 300 മോക്ക് ടെസ്റ്റാണ് ഒരു ഭാഗത്തിന് മാത്രം നമുക്കിവിടെ ലഭിക്കുന്നത്. ജസ്റ്റ് നമുക്ക് അവിടെ ചോദ്യം വായിച്ചിട്ട് നമ്മുടേതായിട്ടുള്ള ആൻസർ നമ്മൾ ഈ ഒരു മുഴുവൻ പാഠം വായിച്ചതിന് ശേഷം, അതായത് മുഴുവൻ പോർഷൻ ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം. എന്നിട്ട് നമ്മൾ ആൻസർ ചെയ്തിട്ട് അതിൻ്റെ കറക്റ്റ് ആൻസർ ഇവിടെ ഏറ്റവും ലാസ്റ്റ് പേജിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. ജസ്റ്റ് അത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിൽ കണ്ട, അതായത് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഉത്തരം ശരിയാണെന്നുള്ളത് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇത് പേപ്പർ 1 ആണ്. പേപ്പർ 1 നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാം ക്ലിയർ ആയെന്ന് കരുതുന്നു. ആരെങ്കിലും അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ഉപകാരപ്പെടുന്നതായിരിക്കും. ദെൻ ഇവിടെ പേപ്പർ 2ലേക്ക് വരികയാണെങ്കിൽ കംപ്രഹെൻഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കംപ്രഹെൻഷനിൽ പ്രധാനമായിട്ടും നമുക്കറിയാം ഒരു പാസേജ് തരും, അതിൻ്റെ അനുബന്ധമായിട്ടുള്ള ചോദ്യങ്ങളാണ് പിന്നീട് നമുക്ക് വരുന്നത്. അപ്പോൾ ആ ചോദ്യത്തിന് എങ്ങനെ ഉത്തരം എഴുതാമെന്നുള്ള കാര്യങ്ങൾ കൂടി അവിടെ തന്നെ കൊടുത്തിട്ടുണ്ടാവും. അതൊരു പാസേജ് തരും, ആ പാസേജ് വായിച്ച് ചോദ്യം ഉണ്ടാവും, അതിൻ്റെ ഉത്തരം ഏറ്റവും അവസാനത്തെ പേജിൽ നമുക്ക് ലഭിക്കും. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു പാസേജിനുള്ള ആൻസേഴ്സാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. കംപ്രഹെൻഷനിൽ പാസേജിനുള്ള ആൻസേഴ്സ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരു ചോദ്യം ചോദിക്കും, ഒരു പോർഷൻ തന്നിട്ട് അതിൽ നിന്ന് ചോദ്യം ചോദിക്കും. അതിൻ്റെ ജസ്റ്റ് ഒരു 1 വേർഡിൽ അതിൽ നിന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇതിൽ എസ്സേയും ഉണ്ട്. എല്ലാ കാര്യങ്ങളും പേപ്പർ 2-ൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. സോ ഇതൊരിക്കലും ഒരു റെക്കമെൻഡേഷനായിട്ട് നിങ്ങൾ കരുതണ്ട. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു പുസ്തകം ബൈ ചെയ്യാം. നല്ലൊരു പുസ്തകമായിട്ട് തോന്നി. അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റിന് പഠിക്കുന്നവർക്ക് എന്തുകൊണ്ടും നല്ലൊരു പുസ്തകം തന്നെയാണ്. അതായത് 2023-ലെ പുസ്തകമാണെങ്കിലും സിലബസ് മാറിയിട്ടില്ല. സെയിം സിലബസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എത്ര വർഷം പഠിക്കണം, അതായത് മുന്നോട്ടേക്കുള്ള വർഷവും നോക്കാവുന്നതാണ്. പക്ഷേ 2023-ലെ സോൾവ്ഡ് പേപ്പേഴ്സ് മാത്രം ഇതിൽ ലഭിക്കുന്നതല്ല, ബാക്കിയെല്ലാം ഇതിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ വേണമെന്നുള്ളവർക്ക് അതും ഓൺലൈനിലേക്ക് അവൈലബിൾ ആയിരിക്കും. എന്തായാലും എന്താണ് അസിസ്റ്റൻറ്റ് കമാൻഡൻ്റ് എന്നുള്ളത് മുൻപ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സും ഡിസ്ക്രിപ്ഷനും നോക്കിയാൽ ലഭിക്കുന്നതായിരിക്കും.